സദാ ബാലരൂപാപി വിഘ്നാദ്രിഹന്ത്രിം മഹാദന്തിവക്ത്രാപി പഞ്ചാസ്യമാന്യ വിഹിന്ദ്രാദി മൃഗ്യാ ഗണേശാഭിധാമേ വിദഗ്ധാം ശ്രീം കാവി കല്യാണമൂർത്തിം. ഓം 51 അക്ഷരം ചേർന്നഴകിയ തനുവായി ദേഹമധ്യത്തിൽ നിന്നിട്ടമ്പിൽ സ്തംഭം കണക്കേ ശിരസി തലയുമായി ഉള്ളിലാറബ്ജമോടും വൻപിൽ പൊങ്ങും സുഷുമ്നയ്ക്കകമതിലുളവാം പത്മമാറിങ്കലും ചേർന്ന് 51 വാഴും ദളമതിലമരും വിദ്യപദ്യം തരേണം. ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം വിശ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലം അചലം സർവദാ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സൽഗുരം ത്വം നമാമി. ഓം ബ്രഹ്മാവും മിഹിരൻ വസിഷ്ഠൻ പുലശൻ ഗർഗന്മയൻ ലോമശൻ ശ്രീപത്യാര്യഭടൻ വരാഹമിഹിരൻ ലല്ലൻ സമുജ്വാലകൻ ഗോവിന്ദൻ പരമേശ്വരൻ ഗുരുവരൻ രാമൻ തഥാ കൃഷ്ണനും ഗോളജ്ഞാനികളായ മാധവമുഖന്മാരും തുണച്ചീടണം. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. സർവ ഭക്തമക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. അവിടുത്തെ കമൻസുകളൊക്കെ ഈശ്വരനിൽ അർപ്പിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഭഗവത് കീർത്തനങ്ങൾ ചൊല്ലാം. ഭാഗവത കീർത്തനം ചൊല്ലാം. അച്യുതൻ്റെ ഗുണം കേട്ടു കേട്ടാവോളം ഇച്ഛ മറ്റൊന്നിലും കൈവരാ നിർണയം വിശ്വനാഥോദയം കേൾപ്പതിനും മഹാ പാപികൾക്കെത്തുമോ കൃഷ്ണരാമാഹരേ 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 നാരായണ കൃഷ്ണരാമാഹരേ കൃഷ്ണരാമാഹരേ വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നീ ആഭിമുഖ്യം വരും പുണ്യപൂരത്തിനാൽ ആദിനാഥൻ കൃപാലേശമുള്ളോർക്കുടൻ ശാപമുണ്ടായ ശേഷം പരീക്ഷിത്തിനങ്ങേശി പോൽ പണ്ടതും കൃഷ്ണരാമാഹരേ ഇന്ദ്രപൻ പാണ്ഡവന്മാരുടെ പൗത്രനാം ഭാരതേ സങ്കരേ മാതൃഗർഭസ്ഥിതൻ വന്ന ബ്രഹ്മാസ്ത്ര തേജസ്സു തട്ടാതെ ശ്രീകൃഷ്ണനാൽ പാലിതൻ കൃഷ്ണരാമാഹരേ ഈശ്വരാധീനം എന്നോർത്തു വിശ്വം നൃപൻ വിശ്വസിച്ചു സദാ തൽപദാംബോരുഹം വിശ്വരക്ഷാവിധൗ വിഷ്ണുവെന്നിത്ര നന്നാരുമോർത്തില്ലഹോ കൃഷ്ണരാമാഹരേ 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 വാസുദേവ കൃഷ്ണരാമാഹരേ കൃഷ്ണരാമാഹരേ വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നീ ഉത്തമൻ ദിഗ്ജയ പണ്ടു ദുഷ്ടൻ കലിവധ്യനല്ലെന്നുറച്ചു ഗുണഗ്രാഹിതാൻ ഇത്ര നന്നു യുഗം നാമസങ്കീർത്തനാൽ മുക്തനാവാൻ ദൃഢം കൃഷ്ണരാമാഹരേ ഊഢമോദേന നായാട്ടിനായി പോയവൻ കാട്ടിലെങ്ങും നടന്നാർത്തി ദാഹങ്ങളാൽ ആശ്രമേ ചെന്നു കണ്ടാൻ മുനി പ്രൗഢനെ ധ്യാനമാർഗസ്ഥിതം കൃഷ്ണരാമാഹരേ എത്രയും കള്ളനത്രേ മഹായോഗി പോൽ ഇത്ര വെള്ളം കൊടാദാഹമുള്ളോർക്കിവൻ യുദ്ധമുള്ളിൽ ക്രുധാ ചത്ത പാമ്പൊന്നിട് തിട്ടവൻ മെയിലേ കൃഷ്ണരാമാഹരേ കൃഷ്ണരാമാഹരേ കൃഷ്ണരാമാഹരേ
കൃഷ്ണ രാമ ഹരേ നാരായണ. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നീ. ഏറ്റവും കോപം ഉൾക്കൊണ്ടു തൽപുത്രനങ്ങ് ഊറ്റമായോരു ശാപം കൊടുത്തു ബലാൽ. ധൂർത്തനാം ഭൂപനെ തക്ഷകൻ താൻ കടിച്ചിടും ഏഴാം ദിനേ. കൃഷ്ണ രാമ ഹരേ. ഐഹികം തന്നിലുള്ള ആഗ്രഹം പോക്കുവാൻ ഈശ്വരൻ താൻ വരുത്തി നൃപന്നിക്രിയ. അപ്പോഴേ താൻ പിഴച്ചെന്നു തൽബാലകൻ തൽപുരം പൊക്കുപോൽ. കൃഷ്ണ രാമ ഹരേ. ഒന്നുകൊണ്ടും നമുക്കിന്നി വയ്യ വിപത്തിന്നു തന്നെ വരുത്തേണമേ തൽഫലം. ഇന്നു ഞാൻ നിന്ദ്യനാകാൻ അഹോ കാരണം കോപശക്തി ബദ. കൃഷ്ണ രാമ ഹരി. ഓർത്തിവണ്ണം തപിക്കും വിധൗ ഭൂമിപൻ ശാപമാകർണ്യകർണാമൃതം തൽക്ഷണം തീർത്തുവച്ചാൻ ത്രിലോകത്തിലുള്ള ആഗ്രഹം പാർത്ഥവംശോത്ഭവൻ. കൃഷ്ണ രാമ ഹരി. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ നാരായണ. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നീ. ഔരസേ വച്ചു ഭൂരക്ഷയാം ഭാരവും മാനസേ വച്ചു ഗോവിന്ദ പാദാബ്ജവും ചാരുഗംഗാതടം പുക്കിരുന്നീടിനാൻ ചേരുവാൻ തൊൽപദം. കൃഷ്ണ രാമ ഹരി. അക്ഷണം വന്ന നാനാമുനി പ്രൗഢരെ സൽക്കരിച്ചാശു വന്ദിച്ചിരുത്തി നൃപൻ. തുച്ചിലംബ മുനി ശ്രേഷ്ഠനാം ശ്രീശുകൻ തത്ര വന്നു തഥാ. കൃഷ്ണ രാമ ഹരി. കൃഷ്ണ രാമാദി നാമങ്ങളോതാകിലോ നിഷ്ഫലം ബ്രഹ്മജന്മം ലഭിച്ചാലതും വിഷ്ണുലോകം ഗമിക്കും മഹാനീചനും വിഷ്ണു സൽകീർത്തനാൽ. കൃഷ്ണ രാമ ഹരി. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ നാരായണ. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നീ. കണി കാണും നേരം കമലനേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകകിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. കണി കാണും നേരം കമലനേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകകിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. നരകവൈരിയാം അരവിന്ദാക്ഷന്റെ ചെറിയ നാളത്തെ കളികളും തിരുമൈ ശോഭയും കരുതി കൂപ്പുന്നീൻ അടുത്തുവാ ഉണ്ണി കണി കാൺമാൻ. മലർമതിൽ കാന്തൻ വസുദേവാത്മജൻ പുലർകാലേ പാടി കുഴലൂതി ചിലുചിലേയെന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവാ കണി കാൺമാൻ. കണി കാണും നേരം കമലനേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകകിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനി. നമ്മൾ ഭഗവാൻ ബകാസുരവധം ആണ് നടത്തിയത്. കാരണം കഴിഞ്ഞ തവണ ബകാസുരവധത്തിന് മുമ്പ് വത്സാസുരവധം, ഗോവത്സമായിട്ടൊരു പശുക്കുട്ടിയായിട്ട് വന്ന് പശുക്കളുടെ ഇടയ്ക്ക് വന്ന് കയറി ഒരു അസുരൻ. ഭഗവാൻ അതിനെ വാലിലും കാലിലും കൂടെ പിടിച്ച് എറിഞ്ഞു മന്മഥവൃക്ഷത്തിൽ ചെന്നിടിച്ച് അവൻ മരിച്ചു. ഇപ്പോൾ ബകാസുരവധമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത്. അത് പിന്നെ
ആ ബഗനെ ഒരു പക്ഷിയായി ഒരു പുള്ളായി വന്ന് ഭഗവാനും കുട്ടികളും പശുക്കളുമായിട്ട് പോകുമ്പോൾ എല്ലാവരെയും ഭക്ഷിക്കാൻ വേണ്ടി പർവ്വതം ഒരു പുള്ളായി വന്ന് കിടന്നു ഈ ബഗ അസുരൻ. ബഗൻ ആരാ? പൂതനയുടെ സഹോദരൻ, അതായത് ഭോജാധിപൻ്റെ കംസൻ അയച്ചതാണ്, കംസൻ്റെയും സഹോദരനാണ്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാനെ കൊത്തി വിഴുങ്ങി. അപ്പോൾ തീക്കുണ്ടം എടുത്ത് അകത്തിട്ടതുപോലെ പിടഞ്ഞ് ഛർദ്ദിച്ചിട്ടു കണ്ണനെ. വീണ്ടും കൊത്തി കഴിക്കാനായിട്ട് മുന്നോട്ട് വന്നു. അപ്പോൾ വീണ്ടും കണ്ണൻ കുട്ടികളോട് പറഞ്ഞ്, കളിപ്രാഭവം ഇനിയും കാണാനിരിക്കുന്നതേ ഉള്ളൂ, നിങ്ങൾ കണ്ടുകൊള്ളിൻ എന്ന് പറഞ്ഞതനുസരിച്ച് ഭഗവാൻ എന്ത് ചെയ്തു? 2 ചുണ്ടും വിടർത്തിക്കൊണ്ട് വന്നപ്പോൾ 2 ചുണ്ടും അകർത്തിപ്പിടിച്ച് കീറി അങ്ങ് എറിഞ്ഞു, ഒരു പുൽക്കൊടി കീറി എറിയുന്നത് പോലെ. അങ്ങനെ അപ്പോൾ എന്ത് വന്നു? കുണ്ടലവർണ്ണൻ അഭിഷേകം ചെയ്ത ആരാ? ഇത് കണ്ടപ്പോൾ കണ്ടു വിഹായസി. വാനിൽ അവിടെ ദേവലോകത്ത് ഉള്ള ദേവന്മാരെല്ലാം ആകാശത്ത് വന്ന് നിൽപ്പുണ്ടായിരുന്നു. ദാനവനുടെ ഉടല് ദാനവൻ തന്നുടൽ, അവൻ്റെ ദേഹം 2ആയി പൊളിഞ്ഞഹോ വാനിലോട്ടങ്ങ് ഉയർന്നിങ്ങി വീഴുന്നതും കണ്ടു. ആരാ? വിഹായസി നിന്നോരാമരകൾ, ആകാശത്ത് നിന്ന ദേവന്മാരത് കണ്ട് അപ്പോൾ തന്നെ കൊണ്ടാടി മാനിച്ചു സന്താനമാമലർ കൊണ്ടവർ കൊണ്ടൽ മഴ ചൊരിയും വണ്ണം മഴ ചൊരിയുന്നത് പോലെ പുഷ്പവൃഷ്ടി നടത്തി കണ്ണനെ. കൊണ്ടൽ വർണ്ണന് അഭിഷേകവും ചെയ്തതാ. ഗന്ധപുഷ്പാദ്യ അലങ്കരിച്ച് ആശു തൽ ബന്ധുപദം തൊഴുത അന്തർമുദാശയ സംപ്രമോദേന വേദാന്ത പൊരുളായ സമ്പ്രദായ അംഘ്രി പങ്കീരുഹം കണ്ടെഴും സന്തതാനന്ദ ലഹരി കലർന്നുടൻ ചിന്താമത ഭ്രമ ഭക്തിയ തരം തരം തുന്നുഭി മുമ്പായ വാദ്യഘോഷങ്ങളും പെരുമ്പറയും വാദ്യഘോഷങ്ങളെല്ലാം മുഴക്കി അവർ ദേവന്മാർ വാനിൽ ആകാശത്തിൽ, വാനെന്ന് പറഞ്ഞാൽ ആകാശം, വിഹായസ് ഇതൊക്കെ ആകാശമാണ്. അവിടെ നിന്ന് അവരെല്ലാം ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു, പുഷ്പവൃഷ്ടി നടത്തി, മന്ദേതരം പ്രയോഗിച്ച് ശംഖുകളൂതി ദുന്ദുഭി മുമ്പായ വാദ്യഘോഷങ്ങളും അതിൻ്റെ കൂടെ മന്ദേതരം പ്രയോഗിച്ചു ശംഖങ്ങളും ചെമ്മേ മുഴക്കി പരാപര അവ്യയം ഹൃൻ മലർതോറും ഇരുത്തി വിളങ്ങിനാർ. അവരുടെ ഉള്ളത്തിലെല്ലാം ഭഗവാനെ അങ്ങ് ഇരുത്തി. പരമാത്മാവ് സ്വന്തം ബന്ധുവാണ്, എല്ലാവരുടെ ഉള്ളത്തിൽ ഭഗവാനെ ഇരുത്തി വിളങ്ങി. തൽസമയെ വിമോഹിച്ചു കിടന്നവൽ ഉത്സവത്തോട് ജീവിച്ചഴും വണ്ണമേ. കണ്ണനെ വിഴുങ്ങുന്നായപ്പം കുട്ടികളെല്ലാം കുറേ മരപ്പാവകൾക്ക് തുല്യമായി നിന്നുപോയി, കുറേ മോഹിച്ച് ബോധം കെട്ട് വീണു. ഇങ്ങനെ പല രീതിയിലാണ്. ചില കുട്ടികൾ നിന്ന് കരഞ്ഞു, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. നാക്കടുത്ത് മിണ്ടാനോ കൈയും കാലും ഒന്നും ചലിക്കുന്നില്ല, എല്ലാ ഇന്ദ്രിയങ്ങളും ചലനമറ്റുപോയി. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ ആ അസുരനെ വധിച്ചതിന് ശേഷം ഉത്സവത്തോട് ദേവന്മാരെല്ലാം ഘോഷിച്ചു. അപ്പോൾ തന്നെ തൽസമയെ വിമോഹിച്ച് കിടന്നവർ, ബോധം കെട്ട് കിടന്നവരെല്ലാം ഉത്സവത്തോട് ജീവിച്ചതും വണ്ണമേ. ചിത്രരൂപൈ സമം നിന്ന സഖികളോ, അവിടെ മരപ്പാവ പോലൊരു പടം ചിത്രം എങ്ങനെ വരച്ചു വെച്ചാൽ അതുപോലെ ഒരു അനക്കമില്ലാതെ നിൽക്കുന്ന കുട്ടികൾ സഖികളും തത്ര കുതിച്ചു ചാടി പ്രമോദാന്വിതം, അത്രത്തോളം ആനന്ദത്തോട് അവരൊക്കെ ജീവൻ വെച്ചു. അനങ്ങാൻ വയ്യാതെ ഒരു മരപ്പാവ പോലെ നിൽക്കുന്നവരെല്ലാം സന്തോഷിച്ച് കുതിച്ചു ചാടി. പ്രമോദാന്വിതം ചിൽപുരുഷൻ ചരണോ ഉൽപ്പല യുഗ്മ, കാരണം ആ ഭഗവാന്റെ യുഗ്മം പാദം ചരണോൽപ്പല യുഗ്മ അല്പേതരം നമസ്കൃത്യ പലവിധം. അപ്പോൾ ഭഗവാനെ, ഈ പുരുഷനെ, ഭഗവാൻ ചിൽപുരുഷനായ നാരായണനെ പാദപത്മമല്ല ആ കുട്ടികളെല്ലാം അല്പേതരം നമസ്കൃത്യ പലവിധം വിശ്വാസഭക്തിയാ പിടിച്ച് പുൽകിടിനാരച്യുതനെ ചിലർ കൈപിടിച്ച് ആർത്തികൾ തുച്ഛീകരിപ്പൊരു ബന്ധു. ഭഗവാൻ എല്ലാവരും ആഘോഷിക്കുന്നു, എൻ്റെ ബന്ധുവാണ്, ഞങ്ങളുടെ ബന്ധുവാണ് പരമാത്മാവ്, നമുക്കും ബന്ധുവാണ് മക്കളെ. നമ്മളും ആ കുട്ടികളെ കണ്ടു പഠിക്കുക. ഭഗവാൻ നമുക്ക് വായുവും വെള്ളവും സൂര്യപ്രകാശവും ഈ ലോകത്ത് എന്തൊക്കെയാണ് പ്രകൃതിയിലുള്ളത്, നമുക്ക് ഇതെല്ലാം ഭഗവാൻ തരുന്നില്ലേ? അപ്പം നമ്മുടെ ബന്ധുവല്ലേ, നമുക്ക് വിളിച്ചാൽ വിളി കേൾക്കും ഭഗവാൻ. നമ്മൾ വിളിക്കാത്തത് കൊണ്ടാണ്. യഥാർത്ഥമായി വിളിക്കണം, വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഈ കുട്ടികൾ കണ്ണാ രക്ഷിക്കണമേ എന്ന് അവരെങ്ങനെയാണ് വിളിക്കുന്നേ, അതുപോലെ നമ്മളും വിളിക്കണം. അപ്പോൾ നമുക്കും ഭഗവാൻ അനുകൂലമായി നിൽക്കും. നമുക്കും അപ്പോൾ തുച്ഛീകരിപ്പൊരു ബന്ധുവിതെന്ന് നമുക്കും പറയാം. കണ്ണൻ നമ്മുടെ ബന്ധുവാണ് എന്ന് നമുക്കും പറയാം. ഇച്ഛയാ നിശ്വസിച്ചാർ ചിലർ കേചന എന്ന് പറ ചിലർ അങ്ങനെ ആശ്വാസം നിശ്വസിച്ചാർ, ഈ വിഷമങ്ങളെല്ലാം മാറി ആശ്വാസം കൊണ്ട്
സ്പഷ്ടഹാസാങ്കുരരമ്യ വിനോദ സന്തുഷ്ട്യാ പരസ്പരം ദൃഷ്ട്വാപി കൗതുകം ജ്ഞപ്വാധ വർത്തമാനങ്ങൾ പറഞ്ഞ് അനുസൃത്യ രമിച്ചു നിന്നിടിനാർ കേചന. ചിലർ ഭഗവാന്റെ ഈ കാഴ്ചകളെല്ലാം കണ്ട് ദൃഷ്ട്വാപി നോക്കി കൗതുകം പൂണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആനന്ദിച്ച് നിൽക്കുന്നു. അയ്യോ, കണ്ണൻ ഇത്ര പ്രായം, കുഞ്ഞല്ലേ, 5 വയസ്സായില്ലല്ലോ, ഇത്രയും ഭയങ്കരനായ ഒരു ഭീമാകാരനായ ഒരു അസുരനെ കണ്ണൻ എന്താ ചെയ്തേ? ഇതൊക്കെ കണ്ട് വരുന്നവരടുത്തും പോർത്തെല്ലാം പറഞ്ഞ് കുറേ പേർ അങ്ങനെ രമിച്ചു നിൽക്കുന്നു, ആനന്ദത്തിൽ നിൽക്കുന്നു, ഭഗവാന്റെ കഥയൊക്കെ പറഞ്ഞും കൊണ്ട്. അങ്ങനെ രമിച്ചു നിന്നിടനാർ കേചന ചിലര്. ദുഷ്ടനുടെ വക്രരന്ധ്രം പ്രവിശ്യ കേട്ടൊട്ടൊരേടത്തുളവായോ ഭവാനിധി വിഭ്രമത്തോടുടൻ തൊട്ടു തലോടിനാർ ആർഭകന്മാർ അതിക്കൂട്ടനേകം വിധം ചുറ്റും ചുഴന്ന് അപായങ്ങളെല്ലാം പറഞ്ഞുറ്റുറവോട് നിൽക്കും വിധോ സാദരം. കുറച്ചുപേര് ഭഗവാനെ തൊട്ടും തലോടിയും ഓരോ കാര്യങ്ങൾ പറഞ്ഞും, കാരണം ഈ ദുഷ്ടൻ്റെ വക്രരന്ധ്രം പ്രവിശ്യ കേട്ടോട്ട് ഒരേടത്തുളവായോ, ഇതൊക്കെ പറഞ്ഞും കൊണ്ട് ഈ അവൻ്റെ ആ ദുഷ്ടൻ്റെ രന്ധ്രം വാക്യകം പിടിച്ച് പിളർന്ന് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ. അർഭകന്മാർ അതിക്കൂട്ടനേകം വിധം ചുറ്റും ചുഴന്ന് ഈ അപായങ്ങളൊക്കെ വന്നതൊക്കെ ഇങ്ങനെ പറഞ്ഞും കുട്ടികളിങ്ങനെ ഭഗവാനെ പുകഴ്ത്തിയും ഇത്രയെല്ലാം സംഭവിച്ചല്ലോ, ഇങ്ങനെ ഒരു ദുഷ്ടൻ വന്ന് കിടന്നല്ലോ, ഇതൊക്കെ പറഞ്ഞും കൊണ്ട് കുറേ പേര് ഭഗവാനെ തൊട്ട് തലോടിക്കൊണ്ട് നിൽക്കുന്നു. ഉറ്റുറവോട് നിൽക്കും വിധോ സാദരം. അപ്പോഴെന്ത് വന്നു? ഭഗവാൻ കൃഷ്ണൻ എന്ത് ചെയ്തു? കാരണം കൃഷ്ണനെ എല്ലാവരും ഇങ്ങനെ പുകഴ്ത്തുമ്പം ഭഗവാനെ ആദ്യമേ സന്തോഷിച്ചും കെട്ടിപ്പുണർന്നും ആരായിരുന്നു? ഈ പിന്നെ എന്തോ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുക അവിടെ ഭഗവാന്റെ ജ്യേഷ്ഠൻ്റെ പേര് ബലരാമൻ. അപ്പോൾ ബലരാമനെ അവിടെ നിൽപ്പുണ്ട്. പിന്നെ ഭഗവാൻ ഈ കണ്ണൻ ഇത്രയെല്ലാം ചെയ്യുന്ന എല്ലാവരും ഇത്രയും പുകഴ്ത്തുന്നു. അപ്പോൾ നന്നായി ഇത് കേട്ടോണ്ട് നിൽക്കുകയാണ് ആരാണ്? ജ്യേഷ്ഠൻ. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ എന്ത് ചെയ്തു? കൃഷ്ണൻ എല്ലാവരും കൊണ്ട് പുകഴ്ത്തുവാൻ ജ്യേഷ്ഠനും ഒരു അല്പം വിഷമം ഉണ്ടെങ്കിലോ എന്ന് കരുതിയാണോ എന്ന് എനിക്കറിയില്ല, ഞാനങ്ങ് ഊഹിക്കുകയാണ്. കൃഷ്ണൻ നിജാഗ്രജൻ തൻപദാംബോരുഹം ദൃഷ്ടുവാ നമസ്കരിച്ചിടാൻ ഭൂമിയിൽ. ഭഗവാൻ എന്ത് ചെയ്തു? കണ്ണനും ഇത്രമാത്രം എല്ലാവരും കൊട്ടി പുകഴ്ത്തുന്നു, വാനിൽ നിന്ന് പുഷ്പവൃഷ്ടി ചെയ്യുന്നു, പരമ്പര വാദ്യഘോഷങ്ങളെല്ലാം ചെയ്യുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ ജ്യേഷ്ഠൻ ഇങ്ങനെ നിൽക്കുമല്ലേ, കുഞ്ഞ് രണ്ടും ഒരു പ്രായം അല്പം വ്യത്യാസമുള്ളൂ, 2 4 3 മാസത്തിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പോൾ ഭഗവാൻ കണ്ണൻ നിജ അഗ്രജൻ, ഭഗവാൻ ജ്യേഷ്ഠൻ്റെ അഗ്രജൻ, ജ്യേഷ്ഠൻ്റെ തൻപദാംബോരുഹം ഭഗവാൻ ആ ജ്യേഷ്ഠൻ്റെ പാദങ്ങളിൽ ദൃഷ്ടുവാ നമസ്കരിച്ചിടാൻ ഭൂമിയിൽ. കണ്ണൻ അവിടെ ജ്യേഷ്ഠൻ്റെ പാദത്തിൽ നമസ്കരിച്ച കുഞ്ഞ് അത്രമാത്രം ഭഗവാനല്ലേ. ഭഗവാൻ എന്തറിയാത്തത്? ആരുടെയും ചിലപ്പോൾ അല്പം വിഷമം വല്ലോ, ഇത്രയെല്ലാം അനുജൻ ഇത്രയെല്ലാം അത്ഭുതങ്ങൾ കാണിക്കുമ്പോൾ ജ്യേഷ്ഠനായി എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു ചിന്താഗതി ഉള്ളിലാണ് വന്നു പോയോ എന്ന് എനിക്കറിയത്തില്ല. അത് എനിക്കങ്ങനെ ചിന്തിക്കുന്ന കാര്യം കണ്ണൻ അങ്ങനെ ആ സമയത്ത് ചെയ്തതുകൊണ്ടാണ്, ജ്യേഷ്ഠനെ നമസ്കരിച്ചതുകൊണ്ടാണ്. കാരണം കൂടെ നിൽക്കുമല്ലേ കണ്ണനെ സഹായിച്ചുകൊണ്ട്. എപ്പോഴും ഭഗവാന്റെ അടുക്ക തന്നെ ബലരാമന് കൂടെ നിൽക്കുക. ആരാ? അനന്തനാ. അപ്പോൾ ഒരു വിഷമവും ഉണ്ടാകരുന്നു, മനസ്സിൽ ഒന്നും പാടില്ല എന്ന് കണ്ണൻ ചിന്തിച്ച് കാണും എന്ന് എൻ്റെ ഒരു ഊഹമാണ്. ഭഗവാൻ എല്ലാവരും ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചപ്പോൾ കണ്ണൻ എന്ത് ചെയ്തു? ബലരാമൻ്റെ കാൽക്കൽ നമസ്കരിച്ച് ദൃഷ്ടുവാ കൃഷ്ണൻ നിജ അഗ്രജൻ തൻപദാംബോരുഹം, അഗ്രജൻ ജ്യേഷ്ഠൻ്റെ പാദത്തിൽ ദൃഷ്ടുവാ നോക്കി നമസ്കരിച്ചിടാൻ ഭൂമിയിൽ. വിശ്വൈക വിദ്വാൻ ബലഭദ്രരും പിടിച്ച അച്യുതൻ തന്നെ നിവർത്തി സസംഭ്രമം, പെട്ടെന്ന് സംഭ്രമിച്ച് ഇതെന്തായി കാണിക്കുന്നേ എന്നും പറഞ്ഞ് ഭഗവാനെ പെട്ടെന്ന് അവിടുന്ന് പിടിച്ച് നിവർത്തി ഈ പിന്നെ ബലരാമൻ ജ്യേഷ്ഠൻ. തുഷ്ടി വരികെന്ന് ചൊല്ലി കനിവിനോടിഷ്ടകൻ ഇഷ്ടം മുറുകെ തടുകിനാൻ. പ്രിയപ്പെട്ട അനുജനെ പെട്ടെന്ന് തന്നെ സംഭ്രമിച്ചുകൊണ്ട് നിവർത്തിയിട്ട് ഇഷ്ടകനിഷ്ടം ഭഗവാനെ കണ്ണനെ മുറുകെ തഴുകി തലോടി ഈ ജ്യേഷ്ഠൻ. കാരണം എത്ര അത്ഭുതമാണ് കണ്ണൻ കാണിക്കുന്നതെന്ന് ഓർത്തും കൊണ്ട് സ്നേഹിച്ച് തട്ടിത്തടവി പെട്ടെന്ന് തന്നെ സസംഭ്രമം ബലരാമൻ്റെ കാൽക്കൽ വീഴേണ്ടുന്നതാണോ എന്നുള്ള ഉള്ളിലൊരു ചിന്തയുണ്ട്. കാരണം അങ്ങോട്ടാണ് ചെയ്യേണ്ടുന്നതെന്ന് ബലരാമൻ അറിയാം. പക്ഷേ ഇവിടെ മനുഷ്യജന്മം എടുത്തുപോയി, അതുകൊണ്ട് അനുജനായിപ്പോയി. അനുജൻ്റെ കാലിൽ ജ്യേഷ്ഠൻ തൊട്ട് തൊഴുതൂടല്ലോ. കാരണം ഒരു അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ മക്കളല്ലേ, അപ്പോഴങ്ങനെ സംഭവിച്ചുള്ളൂ, ജ്യേഷ്ഠനല്ലേ. അതുകൊണ്ട് തുഷ്ടി വരികെന്ന് ചൊല്ലി കനിവിനോടിഷ്ടകനിഷ്ടം മുറുകെ തഴുകിനാൻ. അങ്ങനെ ബലഭദ്രൻ ഭഗവാനെ തഴുകി. പശ്ചാത്തനുസ്മിത പൂർവക ഇന്നു നീ മച്ചരണദ്വയത്തിങ്കിൽ വണങ്ങുവാൻ മർത്യവേഷക്രമം കൊണ്ടുചിതം. പശ്ചാത്തനുസ്മിതം
ഒരു പുഞ്ചിരിയോടുകൂടി പശ്ചാത്ത, കാരണം ഇത് പാടില്ല. ഉള്ളം എന്താ, ബലരാമനെ അറിയാം ഭഗവാൻ ആരാണ്, കൃഷ്ണൻ ആരാണെന്ന് കുറേ നാളുകൊണ്ട് അനുഭവിക്കല്ലേ കണ്ണൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ. അപ്പോൾ ഇത് അങ്ങോട്ടാണ് ചെയ്യേണ്ടത് എന്ന് ബലരാമന് അറിയാം. പക്ഷെ ഇവിടെ ജ്യേഷ്ഠനായിപ്പോയി, അതുകൊണ്ടൊന്നും ചെയ്യാൻ അതില്ലെങ്കിൽ പാദത്തെ ഇവിടെ നമസ്കരിച്ചന ബലഭദ്രൻ. അതുകൊണ്ട് ഇവിടെ എന്ത് വന്നു? പശ്ചാത്ത അനുസ്മിതപൂർവ്വം ഇന്നു നീ മച്ചരണദ്വയത്തിങ്കൽ, ദ്വയം 2 ചരണം 4 മാ എൻ്റെ, അതായത് ബലരാമൻ്റെ പാദത്തിൽ 2 പാദത്തിങ്കിലും വണങ്ങുവാൻ മർത്യവേഷക്രമം കൊണ്ട് ഉചിതം. മനുഷ്യവേഷം എടുത്തത് കൊണ്ടാണ് അത് വേണ്ടുന്നത് ചെയ്തു പോയത്. കാരണം കൃഷ്ണൻ അനുജനായതുകൊണ്ട് അത് ഇവിടെ ഉചിതമാണ്, ദോഷമല്ല. കാരണം മനുഷ്യരൂപമാകുമ്പോൾ അവിടെ അനുജനും ജ്യേഷ്ഠനുള്ള ഇത് വരുമല്ലോ. ഇവിടെ അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്, മച്ചരണദ്വയത്തിങ്ങൾ വണങ്ങുവാൻ മർത്യവേഷക്രമം കൊണ്ട് ഉചിതം. നിനക്ക് അത്യന്തം അല്ലായെങ്കിൽ നിന്നെ ഞാനിങ്ങനെ നിത്യം വണങ്ങുക യോഗ്യം എന്നാണ് പറഞ്ഞത്. കറണ്ട് പോയി. അപ്പോൾ അങ്ങോട്ടാണ് ഇത് ചെയ്യേണ്ടതെന്ന് ബലരാമന് അറിയാം. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചേ? മനുഷ്യജന്മം എടുത്തതുകൊണ്ട് ഇവിടെ അനുജനായിപ്പോയി. അച്യുതൻ തന്നെ നിവർത്തി സസംഭ്രമം തുഷ്ടി വരികെന്ന് ചൊല്ലി, കനിവിനോടിഷ്ടകനിഷ്ടം മുറുകെ തഴുകിനാൻ. പശ്ചാത്തനുസ്മിതപൂർവക ഇന്നു നീ മച്ചരണദ്വയത്തിങ്കിൽ വണങ്ങുവാൻ മർത്യവേഷക്രമം കൊണ്ടുചിതം. നിനക്ക് അത്യന്തമല്ലെങ്കിൽ നിന്നെ ഞാനിങ്ങനെ നിത്യം വണങ്ങുക യോഗ്യം എന്നാദരഭക്തിയാ ഭവിച്ചു ഭവ അന്തർഗതാശയ. ഇത് എവിടെ ഇത് പറയുമല്ല കണ്ണനോട്, അന്തർഗതാശ ഉള്ളിൽ ചിന്തിക്കുന്നു. കണ്ണനോട് ഇങ്ങനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ബലരാമൻ, ഞാൻ അങ്ങോട്ടാണ് ചെയ്യേണ്ടുന്നത്. ഇവിടെ മനുഷ്യനായിപ്പോയി, അനുജനായിപ്പോയി, ജ്യേഷ്ഠനും ഇവിടെ ആയിപ്പോയി. അപ്പോൾ ജ്യേഷ്ഠൻ്റെ കാലിൽ വണങ്ങുന്ന ഉചിതമാണ്. അപ്പോൾ അതിന് മർത്യൻ്റെ രീതി നോക്കുമ്പോൾ അത് വിഷമമില്ല. അല്ലെങ്കിൽ ഇവിടെ എന്താ ചെയ്യേണ്ടുന്നത്? മർത്യവേഷക്രമം കൊണ്ട് ഉചിതം. നിനക്ക് അത്യന്തം അല്ലായിൽ എങ്ങനെ ചെയ്യണം? നിന്നെ ഭഗവാനായ കണ്ണനെ ഞാൻ, അതായത് ബലരാമൻ ഇങ്ങനെ നിത്യവും വണങ്ങണം, അതാണ് യോഗ്യം എന്നിവിടെ ബലരാമൻ മനസ്സുകൊണ്ട് പറയുന്നു, ഉള്ളിൽ ചിന്തിക്കുന്നു, വണങ്ങുക യോഗ്യം എന്ന് ആദരഭക്തിയാ ഭവിച്ചു. കണ്ണനെ ഇങ്ങനെ പെട്ടെന്ന് നിവർത്തി, സസംഭ്രമം കൊണ്ട് നിവർത്തിയിട്ട് പിന്നെ തട്ടി തലോടി പുൽകി ഇതൊക്കെ ചെയ്ത് പശ്ചാത്തനുസൃത ഭക്തി, അങ്ങനെ മാത്രം ഉള്ളം അത്രമാത്രം ഭക്തിയോടുകൂടി ചെയ്യുന്നു. ഉള്ളത്തിലുണ്ട് ബലരാമന്, ഞാൻ അങ്ങോട്ടാണ് ചെയ്യേണ്ടുന്നത്, ഇത് പരമാത്മാവ് നിഷ്കളവസ്തു പരബ്രഹ്മമാണ് ഈ കണ്ണൻ എന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു. നമുക്കും എപ്പോഴും ഈ ചിന്ത വേണം. ഭഗവാനോട് എപ്പോഴും നമ്മുടെ ഉള്ളം ചിന്തിച്ചുകൊണ്ടിരിക്കണം. നീ എന്നെ മറക്കരുതെന്നാണ് ഭഗവാൻ എപ്പോഴും പറയുന്നത്. അതുകൊണ്ട് ഇവിടെ നിത്യം വണങ്ങ യോഗ്യമെന്ന ആദരഭക്തി, അത്രത്തോളം ആദരവോടുകൂടിയാണ് ഭവിച്ചു ഭവ അന്തർഗതാശയ. നിൽക്കും ബലനോടുകൂടവേ പൈക്കളെ ഒക്കെ ഒരുമിച്ച് തൽസഹന്മാരോടും ചിക്കനെ ചെന്നു സായാഹ്ന കാലേ പരിചിൽ കമനീയ ഗേഹങ്ങൾ പുക്കിടിനാർ കൃഷ്ണാദികൾ. അപ്പോൾ ഈ കൃഷ്ണാദികൾ കമനീയ ഗേഹങ്ങൾ, കമനീയ ഗേഹങ്ങളൊക്കെ സന്ധ്യയായി സായാഹ്നമായപ്പോഴത്തേക്ക് ഇങ്ങനെയെല്ലാം കണ്ടും കേട്ടും തലോടിയും ഭക്തി കൊണ്ട് ആദരവോടുകൂടി എല്ലാം ഒക്കെ ചെയ്തു നിന്നപ്പോൾ ബലനോടുകൂടവേ പൈക്കളെ ഒക്കെ ഒരുമിച്ച് തൽസഹന്മാരും കൂട്ടുകാരും എല്ലാവരും, പൈക്കുട്ടികളും ഗോക്കളും സഹിമാരും എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ചെന്ന് നിന്നെന്താ സായാഹ്നകാലമായി, സന്ധ്യയായി, വീട്ടിൽ പോകണ്ടേ. അങ്ങനെ ചിക്കനെ പെട്ടെന്ന് തന്നെ സായാഹ്നകാലേ പരിചൽ കമനീയ ഗേഹങ്ങൾ പൊക്കിടിനാർ കൃഷ്ണാദികൾ. ഇവിടെ ളായെന്ന് കിടക്കുന്ന ഇവിടെ അസുരൻ്റെ ആയാണ്. അപ്പം കൃഷ്ണാദികൾ എന്നുള്ളത് നമ്മൾ വായിച്ചോണം. അവിടെ കൃഷ്ണാദികൾ അസുരന്മാരാൽ വരത്തില്ല, കൃഷ്ണാദികൾ അസുരന്മാരല്ല. ഇവിടെ കമനീയ ഗേഹങ്ങൾ പൊക്കിടിനാർ കൃഷ്ണാദികൾ, കൃഷ്ണനും രാമനും സഹികളും പശുക്കളും എല്ലാവരും കൂടെ അവരവരുടെ വീട്ടുകളിലേക്ക് പോയി. അതാണ് ഇവിടം വരെ അങ്ങനെ നിർത്തിയിട്ട് അസുരന്മായാൽ ഒരു പക്ഷിയായി ചെന്നു വഴിയിൽ കിടന്നതും. ഇതാര് പറയുന്നു? അവിടെ പോയ വഴിക്ക് കുട്ടികൾ ഈ ഗോക്കളെയും പിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയ വഴിക്കും വീട്ടിൽ ചെന്നിട്ടും ഈ അസുരൻ ഇങ്ങനെ മായയായിട്ട് വന്നിവിടെ കിടന്ന കാര്യങ്ങളൊക്കെ കുട്ടികൾ അവിടെ ഒക്കെ എല്ലാവരോടും പറയുന്നതാണ്. അതാണ് ഇവിടെ അസുരൻ. ഇവിടെ തൊട്ടാണ്
ഈ കൃഷ്ണാദികൾ എന്നുള്ളത് ഈ മുകളിലുള്ളവരുടെ കൂട്ടത്തിലുള്ളതാണ്. ഒക്കെ ഒരുമിച്ച് തൽസഹന്മാരോടും ചിക്കനെ ചെന്ന് പെട്ടെന്ന് തന്നെ സന്ധ്യയായി സായാഹ്നകാലെ പരിചിൽ കമനീയ ഗേഹങ്ങൾ പൊക്കിടിനാർ കൃഷ്ണാദികൾ. അസുരന്മായയാൽ ഒരു പക്ഷിയായി ചെന്നു വഴിയിൽ കിടന്നതും കശ്മലൻ തന്നെ നന്ദാത്മജൻ കൊന്നതും വിസ്മയത്തോടറിയിച്ചാർ ചെറിയവർ. അപ്പോൾ ഇത് വിസ്മയത്തോട് ആശ്ചര്യത്തോട് ഇതെല്ലായിടും ഈ കുട്ടികൾ തന്നെ ചെന്ന് പറഞ്ഞു. അതാണ് അസുരന്മായാൽന്ന് അവിടെ എടുത്ത് വായിക്കേണ്ടത്. ആ കൃഷ്ണാദികളെന്ന് ചേർത്ത് വായിച്ചാൽ കൃഷ്ണാദികൾ എല്ലാവരും അസുരന്മാരായി പോകും. അങ്ങനെ അർത്ഥം അങ്ങനെ ആയിപ്പോകും. അതുകൊണ്ട് ചിൽ കമനീയ ഗേഹങ്ങൾ പൊക്കിടിനാർ കൃഷ്ണാദികൾ. അസുരന്മായയാൽ ഒരു പക്ഷിയായി ചെന്നു വഴിയിൽ കിടന്നതും കശ്മലൻ തന്നെ നന്ദാത്മജൻ കൊന്നതും ആ ദുഷ്ടനെ ഭഗവാൻ കൊന്നതും വിസ്മയത്തോടറിയിച്ചാർ ചെറിയവർ. ഈ കുട്ടികൾ പോയ വഴിക്കും വീടുകളിലെല്ലാം ചെന്ന് ഈ കാര്യം പറഞ്ഞു. തൽപുരവാസികളോട് അത് കേട്ടവർക്കുൾപ്പൂവിൽ ആനന്ദമുണ്ടായി വരും വണ്ണം ഈ കുട്ടികൾ അവിടെയുള്ള പുരവാസികളോടൊക്കെ ചെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടിട്ട് അവരെന്തു വന്നു? ഉൾപ്പൂവിൽ ആനന്ദമുണ്ടായി വന്നവർക്കൊക്കെ അയ്യോ അങ്ങനെ സംഭവിച്ചോ, കുഞ്ഞ് കണ്ണൻ അങ്ങനെ ചെയ്തോ, ഇത്രയും വലിയൊരു അസുരൻ എന്നാൽ നമുക്ക് പോയി കാണണമല്ലേ എന്നൊക്കെ അവർ ആലോചിക്കുകയാണ്. ഉൾപ്പൂവിൽ ആനന്ദമുണ്ടായി വരും വണ്ണം ചിത്ര കൗതൂഹലം പൂണ്ട് അസുരാധിപൻ ചത്തുകിടന്നത് കാണുന്നതിനായി മുതാ. എന്നാൽ അത് മനസ്സിനൊരു കൗതൂഹലം തന്നെ. അതുകൊണ്ട് അസുരാധിപൻ ചത്ത് കിടക്കുന്ന കാണാൻ പോകണം. കാണുന്നതിനായി മുതാ വിപ്ര ബാല സ്ത്രീ തരുണ വൃദ്ധാദികൾ ഒത്തുടൻ ഉത്സവയുക്തമായി ഏവരും. അപ്പോഴും വിപ്രബാലന്മാർ ബ്രാഹ്മണ സ്ത്രീകളും ചെറുപ്പക്കാരും കുട്ടികളും വൃദ്ധന്മാരും എല്ലാം അതിന് കൗതുകത്തോട് പുറപ്പെടാൻ ഒരുങ്ങുന്നു. തത്ര പോച്ചെന്നു കണ്ട ആശ്ചര്യം ഉൾക്കലർന്നിത്ര വലിയോരസുലകുലേന്ദ്രനെ സത്വരം 5 വയസ്സ് ചൊല്ലാതവൻ. 5 വയസ്സില്ലാത്ത കുട്ടിയാണ്. അപ്പം ഇവരെല്ലാവരും ചെന്ന് കണ്ടു. തത്ര പോയി ചെന്ന് ഈ വൃദ്ധരും ബാലരും തരുണന്മാർ, അതായത് ചെറുപ്പക്കാരും കുട്ടികളും വൃദ്ധന്മാരും എല്ലാവരും കൂടെ ഉത്സവത്തോട് കൗതുകത്തോട് തന്നെ അവർ പോയി. തത്ര പോയി ചെന്ന് കണ്ട് ആശ്ചര്യം ഉൾക്കലർന്നിത്ര ഇത്ര വലിയൊരു അസുരകുലേന്ദ്രനെ, ഇത്രയും വലിയൊരു പർവ്വതത്തെ, ഒരു ദാനവൻ്റെ കുലത്തിലെ മുഖ്യനാണ് കുലേ ഇന്ദ്രൻ. ദാനവകുലത്തിൻ്റെ പ്രധാനി കുലേ ഇന്ദ്രനെ സത്വരം 5 വയസ്സ് ചെല്ലാതെ അവൻ മൃത്യുപുരത്തിനയച്ചതെല്ലാം മഹാവിസ്മയം. ഈശ്വരാനുഗ്രഹ ശക്തി ഉണ്ട്, അസ്മാകം അർഭകനില്ല ഒരു സംശയം. നമ്മുടെ കുട്ടിക്ക് എന്താ ഉള്ളേ? ഈശ്വരശക്തിയുണ്ട്, വിസ്മയം. അത് അത്രമാത്രം ആശ്ചര്യമാണ്. ഈ കുഞ്ഞ് ഇത്രയും വലിയൊരു അസുരനെ മൃത്യുപുരത്തിന് കാലപുരത്തിന് അയച്ചത് മഹാവിസ്മയമാണ്. അത്രയ്ക്ക് ആശ്ചര്യം തന്നെ. ഇത് ഈശ്വരാനുഗ്രഹ ശക്തിയുണ്ട്. അസ്മാകം നമ്മുടെ അർഭകൻ കുഞ്ഞിന് ഭഗവാന്റെ ശക്തി വളരെ വളരെ ശക്തിയുണ്ടെന്ന് മനസ്സിലായി. അല്ലാതെ ഒരു സംശയവും അല്ല അതിന്. കുട്ടിക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ട്. ചുറ്റും എന്നവർ യുദ്ധം പറഞ്ഞുടൻ ചുറ്റും ചുഴന്ന് ശ്രീകൃഷ്ണനെ തന്നെയും കണ്ട് ആനന്ദം ഉൾക്കൊണ്ട അതിശയം കൊണ്ടാടി മാനിച്ചു ചൊല്ലിനാർ പിന്നെയും. അങ്ങനെ ചുറ്റും നിന്നും കൊണ്ട് കൃഷ്ണനെ തന്നെ കണ്ട് ആനന്ദം ഉൾക്കൊണ്ട് അതിശയം കൊണ്ടാടി മാനിച്ചു. ഈ ചെന്ന് കണ്ടവരെല്ലാം കൃഷ്ണൻ്റെ മുഖത്തേക്ക് നോക്കി. കുഞ്ഞ് 5 വയസ്സാകാൻ പോണതേ ഉള്ളൂ, ഇത്രയും വലിയൊരു അസുരനെ ഇങ്ങനെ കൊന്നത് എന്തൊരാശ്ചര്യമായിരിക്കുന്നു എന്ന് കൊണ്ടാടി മാനിച്ച് ചൊല്ലിനാർ. പിന്നെയും പറയുന്നുണ്ട്, എന്താ ഭഗവാന്റെ മുഖത്തേക്ക് കണ്ട് ആനന്ദം ഉൾക്കൊണ്ട് നിൽക്കുന്നവരില്ല. എന്നിട്ട് പറയുന്നു, പണ്ട് കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെയും കൊണ്ടൽവർണ്ണൻ പരിബന്ധിയായി വന്നതുകൊണ്ട് അവരെല്ലാം അസുരകളായി ചമഞ്ഞുണ്ടാകയാൽ ഇന്ന് പൂർവ്വവൈരങ്ങളെ ചിന്തിച്ചു തത്തൽ പകരങ്ങൾ വീട്ടുവാൻ അന്തർഗതി കറന്നിടുവാൻ എങ്കിലും ചെന്താമരാക്ഷനോടാവതെല്ലാവർക്കുമേ. പണ്ട് കഴിഞ്ഞ ജന്മങ്ങളിൽ കണ്ണൻ്റെ ശത്രുക്കളായിരുന്ന പരിബന്ധിയായി വന്നത് ഇവർ. അത് കാരണം ഇപ്പോഴിവിടെ അസുരന്മാരായി വന്ന്, പണ്ട് കഴിഞ്ഞ ജന്മങ്ങളിലെ ശത്രുക്കൾ ഇവിടെ എന്തായി വന്നു? അസുരന്മാരായി ഇവിടെ ചമഞ്ഞു. അങ്ങനെ ഉണ്ടാകായാൽ ഇന്ന് പൂർവ്വവൈരം, കഴിഞ്ഞ ജന്മങ്ങളിലെ വൈരങ്ങൾ, ശത്രുക്കൾ, ആ ശത്രുത്വം ചിന്തിച്ച് അതിന് പകരം വീട്ടുന്നു, അന്തർഗതി കലർന്നിടുവാൻ എങ്കിലും അങ്ങനെ അവരുടെയൊക്കെ ഉള്ളിലിരിപ്പേ നടക്കൂ. കുട്ടികൾ പറയുക. കുട്ടികളും ഇത് കാണാൻ കൗതുകത്തോട് വന്നവരെല്ലാം പറയുന്നു, പണ്ട് കഴിഞ്ഞ ജന്മത്ത് ഭഗവാന്റെ ഈ കണ്ണൻ്റെ ശത്രുവായി ഇരുന്ന ആ പരിബന്ധികൾ ഇപ്പോൾ അസുരന്മാരായി വന്ന് ജനിച്ചു. അവർ പകരം വീട്ടാൻ വന്നതാണ്. ശത്രുത്വം കടന്ന് അന്തർഗതി, അവരുടെ ഉള്ളിലിരിപ്പ് ഭഗവാനെ കൊല്ലണം എന്നുള്ള ചിന്തയാണ്. പക്ഷേ
ചെന്താമരാക്ഷനോടാവതില്ലാർക്കുമേ. ഒരിക്കലും ഭഗവാനോട് ചെയ്യാൻ ഒരു കാരണവശാൽ നടക്കുകയില്ല എന്ന് നിൽക്കുന്നവരത്ര പേരും പറയുന്നു. ചിന്തിച്ച് തത്തൽ പകരങ്ങൾ വീട്ടുവാൻ അന്തർഗതി കലർന്നിടുവനെങ്കിലും ചെന്താമരാക്ഷനോട് ആവതില്ല. ഈ അസുരന്മാരെന്ത് വിചാരിച്ചാൽ നടക്കുകയില്ല ആർക്കുമേ. സന്തതം അൻപഴും ഈശ്വരാനുഗ്രഹാൽ. എന്താ ഒക്കാത്ത? എപ്പോഴും ഭഗവാന്റെ അനുഗ്രഹം കുട്ടിക്കുണ്ട്, ഈശ്വരാനുഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ചെന്താമരാക്ഷനോട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. പരമാത്മാവായ തമ്പുരാനാണ് ആ ഉള്ളിലിരിക്കുന്നത് കണ്ണൻ്റെ. അതുകൊണ്ട് ഒന്നും നടക്കുകയില്ല. അവിടെ ഉള്ളിലിരിപ്പ് നടക്കാൻ പോകുന്നില്ല എന്ന് അവിടെ നിൽക്കുന്നവരത്ര പേരും പറയുന്നു. ചിന്തിച്ച് തത്തൽ പകരങ്ങൾ വീട്ടുവാൻ അന്തർഗതി കലർന്നിടുവാൻ എങ്കിലും ചെന്താമരാക്ഷനോടാവതെല്ലാവർക്കുമേ സന്തതം അൻപഴും ഈശ്വരാനുഗ്രഹാൽ. നമുക്കും ചിന്തിക്കണം. ഇത് പഠിക്കുന്നത് എന്തിനാ? നമ്മളും ചിന്തിക്കണം. നമ്മുടെ ഉള്ളിലും പരമാത്മാവിന് വേണം. അപ്പോൾ നമുക്കും ഇതുപോലെ ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. നമുക്ക് ഒന്നിനും ഭയവും ഉണ്ടാവത്തില്ല. എന്താ? നമ്മുടെ ഉള്ളിൽ ആരാ വസിക്കുക? കണ്ണനല്ലേ, പരമാത്മാവല്ലേ എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിച്ച് നമ്മുടെ ഉള്ളിലും ആക്കുക. നമ്മുടെ ഉള്ളിൽ പരമാത്മാവിനെ ഇരുത്തിയാൽ നമുക്ക് ഇതുപോലെ തന്നെയാണ്. ആർക്കും ഒരു വ്യത്യാസവും വരത്തില്ല. കണ്ണൻ അവിടെ അവതരിച്ചെങ്കിൽ ആ കണ്ണൻ്റെ ഉള്ളിൽ പരമാത്മാവ് ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമുക്കും ഉണ്ടാകാം. ഭൂമിയിൽ അവതരിക്കുന്നവർക്ക് അങ്ങനെ ആകാമെങ്കിൽ, പരമാത്മാവായ ശ്രീകൃഷ്ണൻ അങ്ങനെ ആണെങ്കിൽ, ശ്രീരാമൻ അങ്ങനെയാണെങ്കിൽ, നമുക്ക് ഓരോരുത്തർക്കും കർമ്മം കൊണ്ട് അങ്ങനെ ആകാം. നമ്മൾ വെറുതെ ഇരുന്നാൽ കിട്ടത്തില്ല. നമുക്കും അതിനുവേണ്ട കർമ്മം ചെയ്യണം. അപ്പോൾ നമുക്കും അങ്ങനെ ആവാം. സന്തതം അൻപഴും ഈശ്വരാനുഗ്രഹാൽ. എങ്ങനെയാ? സമ്പ്രദീപം വിഴുങ്ങിടുവാൻ പാറ്റകൾ സമ്പ്രതി വന്ന് ചുഴന്ന് ചാകും വണ്ണം. ഈ ദീപം കത്തിച്ച് നമുക്ക് വെളിയിലോട്ട് നമ്മുടെ അകത്തോ എവിടെയെങ്കിലും വെച്ചാൽ അല്പമെങ്കിലും അകത്തോട്ടോ പുറത്തോട്ടോ കയറാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ഈ പാറ്റകൾ പറന്നു വന്ന് ദീപം വിഴുങ്ങാനായിട്ട് വരും. പക്ഷേ ചിറകം കരിഞ്ഞ് ചത്തുപോകുന്നത് ആരാ? ഈ വരുന്ന പാറ്റകളാണ്. ഈയലെന്നൊക്കെ പറയും അതിന്. ഈ ചിറക് വച്ച് വരുന്നെന്നും പറയും. ആ ഒരു അതിനെ പറയുന്ന പാറ്റകളെന്നോ ഈയലെന്നൊക്കെയാണ് ഈയൽ. കാരണം വെട്ടം പണ്ടൊക്കെ നമുക്കുള്ള വീട്ടുകളിൽ ബൾബല്ലല്ലോ, കറണ്ടല്ലല്ലോ. അപ്പം നമ്മുടെ ഇറായത്തൊക്കെ വിളക്ക് കത്തിച്ച് വെക്കുമ്പോൾ നിലവിളക്കിനകത്ത് ചുറ്റും വന്ന് ഈ ഒരു ഈയൽ വരുന്നൊരു സമയമുണ്ട്. അതുപോലെ വന്നാൽ അവിടെ വിളക്ക് അവിടെ ഇരിക്കും. പക്ഷേ ചാവുന്നത് ആരാ? ഈ വരുന്ന പാറ്റകളാണ്. അതുപോലെ സമ്പ്രദീപം വിഴുങ്ങിടുവാൻ പാറ്റകൾ സമ്പ്രതി വന്നു ചുഴന്നു ചാകുമെന്ന്. ഇവിടെ കണ്ണനെ കൊല്ലാനായിട്ട് ഭോജാധിപനായ കംസൻ പലരെയും അയച്ചു. പക്ഷേ പാറ്റകളെ പോലെ വരുന്നവർ തന്നെ ചത്തുപോകുന്നു. കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ ഭഗവാന്? ദീപം കണ്ണനാണെങ്കിൽ പാറ്റകൾ ആരാ? ഈ പറന്നു വരുന്ന ഈ പൂതന, ശകടാസുരൻ, ബകാസുരൻ, വത്സാസുരൻ ഇങ്ങനെയുള്ളവരെല്ലാം പാറ്റകളാണ്. വന്ന് കണ്ണനെ വിഴുങ്ങാൻ വരും. പക്ഷെ നടക്കുന്നത് എന്താ? ബകാസുരൻ ഇപ്പം എങ്ങനെ വന്നു? അതുപോലെ പാറ്റകൾ അങ്ങ് ചാവുന്നു. അതാണ് സമ്പ്രദീപം വിഴുങ്ങിടുവാൻ പാറ്റകൾ സമ്പ്രതി വന്നു ചുഴന്ന് ചാകും വണ്ണം. വമ്പുള്ളരികൾ ഇവനെ ഹനിപ്പതിന് ഇമ്പം കലർന്ന് പോന്നിങ്ങി വന്ന് ഇങ്ങനെ തങ്ങൾ നശിച്ചു പോകുന്നു വിധിമതം. ഇങ്ങനെ തന്നെ വരുമത് നിർണയം മുന്നം തപോനിധി ഗർഗൻ അരുൾ ചെയ്തത് ഒന്നും പിഴച്ചു പോയില്ല. അതും അത്ഭുതം. ഗർഗമഹാമുനി നാമകരണം ചെയ്യാൻ വന്നപ്പോൾ പരമാത്മാവായ ഭഗവാൻ നാരായണൻ്റെ ശക്തി സ്വരൂപനാണെന്നൊക്കെ കുറച്ചൊക്കെ ഒന്ന് എല്ലാം അറിയാമെങ്കിലും മൊത്തം ഫുള്ളും നന്ദഗോപുരത്ത് പറഞ്ഞില്ല. അല്പമൊക്കെ ഇതിലേക്കൂടെ ഒക്കെ ഒന്ന് പറഞ്ഞു. കാരണം കംസൻ അറിഞ്ഞാൽ എന്ത് വരും? കുട്ടിയൊന്നും വളർന്നു വരണ്ടേ? അതുകൊണ്ട് രഹസ്യമായി വച്ചേക്കുന്നെങ്കിലും ഒന്ന് പറഞ്ഞു. സാക്ഷാൽ പരമാത്മാവായ നാരായണൻ്റെ അതുപോലെയാണ് എന്ന്, ആ ശക്തിയാണ് കണ്ണനെന്ന് പറഞ്ഞു കൊടുത്ത്. ഇനിയും ഒരുപാട് നാമങ്ങൾ, പേരുകൾ കണ്ണന് വരും. കൃഷ്ണൻ ഇപ്പം ഇട്ടാലും ഇനിയും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴെല്ലാം ഭഗവാൻ ഓരോരോ പേരുകളും വരും എന്നൊക്കെ അന്ന് പറഞ്ഞത്. അത് ഒന്നും പാഴി പോകത്തില്ല. മഹാത്മാക്കളുടെ വാക്കുകൾ ഒന്നും വെറുതെ ആവുകയില്ല എന്ന് അവിടെ നിന്നവരൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്കിനി അടുത്ത പ്രാവശ്യം വായിക്കാം ബാക്കി. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.